ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ബിജി ഹെബ്രാം കൂടെ ചേരുന്നുണ്ട്. സർ നമസ്കാരം. ഈ സ്വർണ്ണവില വലിയൊരു ചാഞ്ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകളായിട്ട് അസാധാരണമായ കാഴ്ചകൾ തന്നെയാണ് ഈ സ്വർണ്ണ വിപണിയിൽ കാഴ്ചവെക്കുന്നത്. ഇറാനെതിരെ US ഇസ്രയേൽ സംയുക്ത ആക്രമണം, ഇറാന്റെ തിരിച്ചടിയും എല്ലാം ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ തീവ്രമായി കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത് സ്വർണ്ണവിലയെ ഉത്തേജിപ്പിക്കേണ്ടതാണ്, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇന്ത്യയിൽ കുറച്ചു ദിവസമായിട്ട് സ്വർണ്ണവില താഴേക്കാണ്. എന്താണ് സംഭവിക്കുന്നത്? ഏതൊരു ഉൽപ്പന്നത്തിന്റെ വില വർദ്ധിക്കുന്നതാണെങ്കിലും വില കുറയുന്നതാണെങ്കിലും അതിന്റെ ഡിമാൻഡും സപ്ലൈയും ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം അത് ഗോൾഡ് ആണെങ്കിലും മറ്റേത് പ്രഷ്യസ് മെറ്റൽ ആണെങ്കിലും മിനറൽ ആണെങ്കിലും എല്ലാം അതിന്റെ ഡിമാൻഡുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗതികളാണ്. ഇപ്പം സ്വർണത്തിന്റെ വില ഇന്ത്യൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം US ഡോളർ ശക്തി ആർജിക്കുന്നു എന്നുള്ളതാണ്. സ്വർണ്ണവില കുറയാനായിട്ട് പ്രധാനമായിട്ട് കാരണമാകുന്നത് US ഡോളർ കരുത്താർജിക്കുമ്പോൾ മറ്റ് കറൻസികൾ ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നത് വലിയ ചിലവുള്ള ഒരു സംഗതിയായിട്ട് മാറും. ഇത് സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയ്ക്കുന്നതിന് ഉള്ള ഒരു കാരണമാകും. അപ്പൊ സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് US ഡോളർ കരുത്താർജിക്കുന്നതാണ്. ഒന്നത്. രണ്ട്, ഈ പലിശ നിരക്കിൽ US ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും സ്വർണത്തിന്റെ വിലയെ സ്വാധീനിക്കാറുണ്ട്. ഇപ്പൊ US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉടനെ കുറയ്ക്കുന്നില്ലെന്നുള്ളൊരു സൂചന ആണ് നിക്ഷേപരെ സ്വർണത്തിൽ നിന്ന് മാറ്റി പലിശ നിരക്ക് കൂടുതൽ ലഭിക്കുന്ന ഈ സ്വർണത്തെക്കാളും കൂടുതൽ പലിശ കിട്ടുന്ന ബോണ്ടുകൾ കൂടുതൽ ആകർഷകമാക്കുകയും അത് സ്വർണത്തിൽ നിന്ന് ആളുകൾ പിന്മാറുന്നതിനുള്ള രണ്ടാമത്തെ ഒരു റീസൺ ആയിട്ട് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ എത്തിയതിനെ തുടർന്ന് നിക്ഷേപകർ വ്യാപകമായിട്ട് സ്വർണം വിറ്റ് ലാഭമെടുക്കുന്നത് വേറൊരു റീസൺ ആണ്. പിന്നെ ഇപ്പൊ ഈ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന ഈ സംഘർഷങ്ങൾ കാരണം എണ്ണവില വർദ്ധിച്ചത് ഇൻഫ്ലേഷൻ കൂടാൻ കാരണമാകും. അപ്പൊ ഇൻഫ്ലേഷൻ ഉയർന്നു നിൽക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കുകളും പലിശ നിരക്കില് കുറവ് വരുത്താനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പം ഇൻഫ്ലേഷൻ കൂടാൻ കാരണമാകുന്ന ഒരു ഫിയർ ഫാക്ടർ കാരണം ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുന്നത് നീട്ടിവെച്ചതും ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ താഴുന്നതിന് ഒരു കാരണമായിട്ടുണ്ട്. അപ്പൊ ഈ കാരണം കൊണ്ട് സ്വർണത്തെക്കാൾ ബോണ്ടുകൾ കുറെ കൂടെ പ്രിയപ്പെട്ടതാവും. പിന്നെ വേറൊരു റീസൺ, ഈ ഓഹരി വിപണികളിൽ ഉണ്ടാകുന്ന ഒരു തകർച്ച നിക്ഷേപകർക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ആ നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ട് നിക്ഷേപകര് വ്യാപകമായിട്ട് സ്വർണം വിറ്റഴിച്ചതും സ്വർണ്ണവില കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ജനറലായിട്ട് സ്വർണത്തിന്റെ വിലയെ സ്വാധീനിക്കുന്നത് ഘടകം എന്ന് പറയുന്നത്. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ കഴിഞ്ഞ നവംബർ മുതൽ പറയുന്ന ഒരു സംഗതിയുണ്ട്. സ്വർണത്തിന്റെ വില ലോങ് ടേമിൽ കൂടുക തന്നെ ചെയ്യും. കാരണം ഇന്നിപ്പോ നിങ്ങൾ നോക്കിയാൽ യുണൈറ്റഡ് നേഷൻസ് പോലുള്ള അന്താരാഷ്ട്ര സംഘടനകള് നിഷ്പ്രഭമായിരിക്കുകയാണ്. ലോകത്ത് ഇന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒരു സാമ്രാജ്യത്വ നയങ്ങളാണ്. അവർ ഏത് രാജ്യത്തെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കടന്നാക്രമിക്കും, അവരുടെ വിഭവങ്ങൾ കൊള്ളയടിക്കും. ഈ വിധത്തിൽ അവരുടെ പ്രതിസന്ധി അവർ മറ്റു രാജ്യങ്ങളിലേക്ക് കൂടെ വ്യാപിപ്പിക്കുകയാണ്. അപ്പം ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ഗ്ലോബൽ സിനാരിയോയിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളും സ്വർണത്തിന്റെ വിലയിൽ വലിയ ചാഞ്ചാട്ടത്തിന് കാരണമാവും. അപ്പം സ്വർണ്ണ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഇനിയും സാധ്യതയുണ്ട്. ഇതൊരു താൽക്കാലിക ഇടിവ് മാത്രമാണ്. ഞാൻ വിചാരിക്കുന്നത് സ്വർണത്തിന്റെ വില ലോങ് ടേമിൽ ഇനിയും കൂടാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ ഒരു താൽക്കാലിക ഇടിവ് മാത്രമായിട്ടാണ് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ ഈ പ്രോഫിറ്റ് ബുക്കിംഗ്, ലാഭമെടുപ്പ് ഈ ഒരു പ്രധാന പ്രശ്നമാണ് ഇപ്പൊ ഈ വില കുറയുന്നതിന് ഒരു താൽക്കാലിക ഫിനോമിനൻ എന്ന നിലയിൽ ഞാൻ കണക്കാക്കുന്നത്. മിഡിൽ ഈസ്റ്റില് ഒരു പക്ഷെ ഈ ഇപ്പോഴത്തെ സംഘർഷത്തിന് ഒരു അയവ് സംഭവിച്ചാല് US ഡോളറിൽ ചിലപ്പം അവർ പലിശ നിരക്ക് കുറയ്ക്കുകയും അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് ഗോൾഡ് മാറുകയാണെങ്കിൽ വീണ്ടും ഗോൾഡിന്റെ പ്രൈസിൽ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഇൻക്രീസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സംഘർഷം ഏതാണ്ട് ഒരു മാസം എങ്കിലും എടുക്കും. ഈ നിലയിൽ തന്നെ തുടരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും. അതിനിടയിൽ ഇപ്പൊ നമ്മൾ ലോകരാജ്യങ്ങളൊക്കെ തന്നെ സ്വർണത്തിലേക്ക് ഏറ്റവും കൂടുതൽ നിക്ഷേപർ അതിലേക്ക് കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് 10 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് കൊറിയ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും വലിയൊരു മാറ്റം ഈ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ മാറ്റം സംഭവിക്കാനുള്ള ഘടകമായി മാറില്ലേ? അത് വർദ്ധിക്കും. കാരണം അതാണ്ട് ഇപ്പൊ യൂറോപ്പിൽ അടക്കമുള്ള നാറ്റോ സഖ്യരാജ്യങ്ങൾ ഉൾപ്പെടെ അമേരിക്കയുടെ ഒരു ഇമ്പീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോളിസിക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള നിലപാടെടുത്തു. ഇപ്പൊ US തന്നെ പറഞ്ഞു ബ്രിട്ടൻ കാണിച്ചത് വലിയ ചതിയായിപ്പോയി, ഞങ്ങൾ വേണ്ട വണ്ണത്തിലുള്ള പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള നിലപാട് അവരെടുക്കുന്നുണ്ട്.
ഏഷ്യൻ രാജ്യങ്ങളിൽ ഇപ്പൊ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, മറ്റു പല രാജ്യങ്ങളും ഈ അമേരിക്കൻ നയങ്ങളോട് വലിയ കടുത്ത വിയോജിപ്പുകളുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഉൾപ്പെടെയുണ്ട്. മിഡിൽ ഈസ്റ്റിന്റെ ഒക്കെ ഈ പലയിടത്തും US-ന്റെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഉണ്ടെങ്കിൽ പോലും മിഡിൽ ഈസ്റ്റിനും US-ന്റെ പോളിസിയോട് വലിയ എതിർപ്പുണ്ട്. ഇസ്രായേലിനോട് കടുത്ത അറബ് രാജ്യങ്ങൾക്ക് കടുത്ത എതിർപ്പുണ്ട്. ലോകം സംഘർഷത്തിലേക്ക് വീണ്ടും കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഘർഷങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട കാരണം സാമ്പത്തിക താല്പര്യങ്ങൾ തന്നെയാണ്. ഇപ്പം ഈ ഒരു എന്താ പറയാ, ഈ സംഘർഷങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ഇക്കണോമിക് സംഘർഷങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പുതിയൊരു സാമ്പത്തിക ശക്തി ചൈന കേന്ദ്രീകരിച്ച് ഉയർന്നു വരികയും അമേരിക്കയ്ക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ ഇന്റർനാഷണൽ ഇക്കണോമിക് ഹെജിമണി എന്ന് പറയുന്ന ഒരു അപ്രമാദിത്വം തകരുന്ന ഒരു കാലം. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ലോകത്തുണ്ടാവുന്ന ഡിസ്റപ്ഷൻസിന്റെ ഒരു പീരീഡിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഈ ഡിസ്റപ്ഷൻസ് കുറച്ചു കാലം കൂടെ തുടരും, എന്നിട്ട് പിന്നെ അത് സെറ്റിൽ ഡൗൺ ചെയ്യും. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഈ സ്വർണം ഒരു ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന നിലയിലും ഈ വിലയിലുണ്ടാകുന്ന ഈ ചാഞ്ചാട്ടങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു, സ്വർണത്തിന്റെ വില ഇനിയും കൂടാൻ തന്നെ ഞാൻ കാരണം കാണുന്നുള്ളൂ. ഇപ്പൊ ഉണ്ടാകുന്നത് ഒരു താൽക്കാലിക ഫിനോമിനൻ മാത്രമാണ്. ഇപ്പൊ ഉണ്ടാകുന്ന ഈ വിലക്കുറവ് എന്ന് പറയുന്നത് ഏറ്റക്കുറച്ചിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ശരിക്കും ഈ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം, ഈ ഇപ്പോൾ തുടരുന്ന ഈ സംഘർഷങ്ങൾക്കാൾ ഉപരി ഇത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി തന്നെ ആയിരിക്കില്ലേ കൂടുതൽ സ്വർണത്തിലേക്ക് ആളുകളെ നയിക്കാൻ കാരണമാകുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ 2027 വരെ ഒന്നും കാത്തു നിൽക്കേണ്ടി വരില്ലല്ലോ. അതിനു മുന്നേ തന്നെ ഈ ലക്ഷ്യങ്ങൾ കടന്ന് കുതിക്കാൻ സാധ്യതയുണ്ടല്ലേ? ഞാൻ അത്തരത്തിലുള്ള ഇത്രയാകും എന്നൊന്നും ഞാൻ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ആളല്ല. പക്ഷെ ഈ സംഘർഷങ്ങൾ ഇങ്ങനെ തുടരും. എന്താ ഞാൻ പറഞ്ഞല്ലേ, ഇതിപ്പോ അടുത്ത 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ തീരാവുന്ന ഡിസ്റപ്ഷൻസ് അല്ല വേൾഡ് ഇക്കോണമിയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഡിസ്റപ്ഷൻസ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഒരു അമേരിക്കൻ ഹെജമണി ഏതാണ്ട് 1945 കൂടി US വേൾഡിലെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി ഉയരുകയും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുടെ ഒരു ഡിക്ലൈൻ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായതിനു ശേഷം ലോകത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഇക്കണോമിക് സിനാറിയോനെ മുഴുവൻ നിയന്ത്രിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരുന്നു. അവരുടെ ഡോളറാണ്. ഡോളറിന് അഗൻസ്റ്റ് ആയിട്ടാണ് ലോകത്തെ എല്ലാ കറൻസികളും പെഗ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു പെഗ് ചെയ്യുന്നിടത്ത് നിന്ന് ഇന്ന് രാജ്യങ്ങൾ പരസ്പരം ഇപ്പൊ ഇറാനും ചൈനയും തമ്മിൽ അവർ വ്യാപാരം നടത്തിയത് ചൈനീസ് കറൻസിയിലാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വ്യാപകമായിട്ട് സെൻട്രൽ ബാങ്ക് സ്വർണം നിക്ഷേപത്തിന്റെ അളവ് അല്ലാതെ കൂട്ടി ഡോളറിന്റെ ഡിപ്പെൻഡൻസ് കുറയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡിസ്റപ്ഷൻ എന്ന് പറയുന്നത് ഈ ഹെജിമോണിക് ചേഞ്ച് ആണ്. അപ്പൊ അത് ഈ 1 വർഷമോ 2 വർഷമോ അല്ലെ ചിലപ്പോൾ അല്പം കൂടെ നീണ്ടേക്കാം. ആ ഒരു ഡിസ്റപ്റ്റീവ് പീരീഡിൽ അത് ചിലപ്പോൾ 4-5 വർഷമോ ചിലപ്പോൾ ഒരു 10 ആണ്ട് വരെ ഈ ഡിസ്റപ്ഷൻ നീണ്ടേക്കാം. അപ്പൊ സ്വർണത്തിന്റെ വില ഞാൻ മനസ്സിലാക്കുന്നത് ഗ്ലോബലായിട്ടുള്ള ഏത് പ്രതിസന്ധികളും സ്വർണത്തിനെ സ്വാധീനിക്കും. ഡെഫിനറ്റ്ലി ഗോൾഡിന്റെ പ്രൈസ് ലോങ് ടേമിൽ കൂടാൻ തന്നെയാണ് ഞാൻ സാധ്യത കാണുന്നത്. മാത്രമല്ല ഡോളർ നിരക്ക് 10,000-ലേക്ക് അടുക്കുമെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രവചനങ്ങളും ഈ കരുതലും മുൻകരുതലും മുന്നറിയിപ്പുകളൊക്കെ മാറാനുള്ള ഒരു സാധ്യതയില്ലേ? അയ്യോ, എനിക്ക് അതിനെ കുറിച്ചൊരു ധാരണയില്ല. ഡോളറിന്റെ നിരക്ക് എത്രയിലേക്ക് എത്തുമെന്ന് എനിക്ക് അതിനെ കുറിച്ചൊരു വ്യക്തതയില്ല. ഓക്കെ, വളരെയധികം നന്ദി ബിജുരമ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.